മക്കളെ, ഇന്ന് നമുക്ക് നീലി ചിടിയ എന്ന ഹരിവംശറായ് ബച്ചൻ്റെ കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഫുൾ ചാപ്റ്ററിലുള്ള ഫുൾ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി എല്ലാതും ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചിടിയ ക്യോം ചിപ്കർ ഗാത്തി ഹെ. പക്ഷി എന്തിനാണ് ഒളിച്ചിരുന്ന് പാടുന്നത്? പക്ഷി ഒളിച്ചിരുന്ന് പാടാനുള്ള കാരണം എന്ത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണ് ഒളിച്ചിരുന്ന് പാടാനുള്ള കാരണം? ഷായത് കോയി ഉസെ ദേഖ്നലെ. ഒരു പക്ഷേ അതിനെ ആരും കാണരുത് എന്ന് കരുതിയിട്ടായിരിക്കാം അത് ഒളിച്ചിരുന്ന് പാടുന്നത്. പക്ഷി എന്തിനാണ് ഒളിച്ചിരുന്ന് പാടുന്നത്? അതിനെ ആരും കാണരുത് എന്ന് കരുതിയിട്ട് ആയിരിക്കാം. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇതിൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് കേട്ടോ. ഷായത് കോയി ഉസെ ദേഖ്നലേം എന്നത് എന്തിൻ്റെ ആൻസറായിട്ടാണ് വരുന്നത്? ഇതിൻ്റെ ആൻസറാണ് കേട്ടോ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ ക്യോം. ഒരുപാട് തവണ വിളിച്ചാലും എൻ്റെ അടുത്തേക്ക് വരാത്ത പക്ഷി. എന്തുകൊണ്ടാണ് ഈ പക്ഷി എത്ര തവണ വിളിച്ചാലും അടുത്തേക്ക് വരാത്തത് എന്നാണ് ചോദ്യം. എന്താണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? ഡർ കെ കാരൺ. എന്താണ്? ഡർ കെ കാരൺ, ഭയം കാരണം. എന്താ വരാതിരിക്കാനുള്ള കാരണം? ഡർ കെ കാരൺ. ഡർ പറഞ്ഞാൽ എന്താണ്? ഭയം. രണ്ടാമത്തെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായേം എന്നൊരു ക്വസ്റ്റ്യനാണ് വരുന്നത്. നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായേം. അപ്പം നമൂന പറഞ്ഞാൽ മാതൃക. ഇവിടെ ഒരു മാതൃകയായിട്ട് കണ്ട അവിടെ തന്നത് ചിടിയ ചിപ്കർ ഗാത്തി ഹെ എന്ന് കണ്ടില്ലേ? അതാണ് നമൂന എന്ന് ഇവിടെ പറഞ്ഞത്. മാതൃക അനുസരിച്ച് ചെയ്യാനാണ്. ചിടിയ ചിപ്കർ ഗാത്തി ഹെ, പക്ഷി ഒളിച്ചിരുന്ന് പാടുന്നു. ഗാത്തി ഹെ, ചിടിയ ചിപ്കർ ഗാത്തി ഹെ. അതിലിവിടെ ചിപ്കർ ഗാന കണ്ടല്ലേ? ഇവിടെ ചിപ്കർ ഗാന. ഇതാണ് ഇവിടേക്ക് ചിടിയ ചിപ്കർ ഗാത്തി ഹെ എന്ന് എഴുതിയത്. അതുപോലെ ബാക്കി ഓരോന്നും 1, 2, 3 നിങ്ങൾ താഴെ എഴുതാനുള്ള 3 സ്പേസ് കണ്ട 3 വര അവിടേക്ക് നിങ്ങൾ എഴുതണം. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയതാണ്. 3 നിങ്ങൾ അവിടേക്ക് എഴുതുക. ആ എഴുതാനുള്ള 3 ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഉത്തരമായ 3. ഉത്തരമായ 3 അതാ. ഇതതിൽ ആദ്യമേ തന്നതാണ് ചിടിയ ചിപ്കർ ഗാത്തി ഹെ എന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ചിടിയ ചിപ്കർ ഗാത്തി ഹെ എന്ന് തന്നിട്ടുണ്ട്. ബാക്കി 3 നമ്മൾ എഴുതേണ്ടത്. ചിടിയ പാസ് ന ആത്തി ഹെ, അതിന് തൊട്ട് താഴെ എഴുതി കൊടുക്കുക. ചിടിയ പാസ് ന ആത്തി ഹെ, ചിടിയ പക്ഷി അടുത്തേക്ക് വരുന്നില്ല. ചിടിയ ജഡ് ഉഡ് ജാത്തി ഹെ, പക്ഷി പെട്ടെന്ന് പറന്നു പോകുന്നു. ചിടിയ ജഡ് ഉഡ് ജാത്തി ഹെ, പക്ഷി പെട്ടെന്ന് പറന്നു പോകുന്നു. ചിടിയ ദാന ഗാത്തി ഹെ, പക്ഷി ധാന്യം കഴിക്കുന്നു. ചിടിയ ദാന ഗാത്തി ഹെ, പക്ഷി ധാന്യം കഴിക്കുന്നു. ഈ 3 അപ്പം നമ്മൾ ശരിയിട്ട 3 എവിടേക്ക് എഴുതേണ്ടത്? ഇപ്പം നമ്മൾ ശരിയിട്ട ഈ 3 നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത്. ഈ 3 വര ഉണ്ടല്ലോ, ഈ 3 വരയിലേക്ക് എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് സമാനർത്ഥ ടൂണ്ടേയും പത്തേ ബരയും എന്നാണ്. സമാനർത്ഥം, ജൽദി, വേഗം എന്ന അതേ അർത്ഥം വരുന്ന പദം ഇവിടെ എഴുതണം. അപ്പം നമുക്ക് നോക്കാം. ജഡ് കണ്ടോ? ജഡ്, ജഡ് എന്ന് ഈ ഇലയിൽ എഴുതുക. ജഡ്. അടുത്തത് ഇനി ഈ ഇലയിൽ എഴുതാനുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ ഇലയിൽ എന്താ എഴുതേണ്ടത്? പർ. പർ എന്ന് എഴുതാം. ഈ ഇലയിലേക്ക് എന്താ എഴുതുക? പർ എന്ന് എഴുതുക. അടുത്തത് നമ്മൾ ഡാലി എന്നുള്ള പുറത്ത് എഴുതാനുള്ളതാണ് നോക്കുന്നത്. ഫുനുഗി. ഫുനുഗി എന്ന് എഴുതുക. ഫുനുഗി എന്ന് എവിടെ എഴുതണം? ഈ ഇലയിൽ എഴുതണം. ഈ ഇലയിൽ ഫുനുഗി എന്ന് എഴുതണം.
അടുത്തത് പക്ഷി എന്നതിൻ്റെ അപ്പുറത്തതായി ഈ ഇലയിൽ എഴുതാനുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ചിടിയ എന്നാണ് എഴുതേണ്ടത്. ചിടിയ, കണ്ടോ? ചിടിയ. അടുത്തത് അനോഖ. അതിന് മുമ്പിൽ ഫസ്റ്റ് എഴുതേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. വിചിത്രമായ എന്നർത്ഥം വരുന്ന നിരാലി. ഉണ്ടോ? നിരാലി. ഇതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഈ റൗണ്ട് ഇടുന്നതാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. നിരാലി എന്നത് എവിടേക്ക് എഴുതണം? നിരാലി എന്നത് ഇവിടെ എഴുതണം. ഈ ഇലയിലാണ് നിരാലി എന്ന് എഴുതേണ്ടത്. ഇനി അടുത്തത് ആകാശ് എന്നതിന് ഇതാ ഇവിടേക്കാണ് നമ്മൾ എഴുതേണ്ടത്. ആ ഒഴിഞ്ഞു കിടക്കുന്ന ഇലയിലേക്ക് ആകാശ് എന്നതിന് ഇവിടെ ആകാശ് എന്നതിന് ആസമാൻ എന്ന് എഴുതണം. ആസമാൻ. ഏതാണ് എഴുതേണ്ടത്? ആസമാൻ എന്നാണ് എഴുതേണ്ടത്. ഇതല്ലാട്ടോ, ഇതാണ് എഴുതേണ്ടത്. ആസമാൻ. ഏതാണ് എഴുതേണ്ടത്? ഇത് ആസമാൻ. കണ്ടോ? ഓക്കെ. അപ്പം നമ്മൾക്കൊന്നും കൂടെ നോക്കാം എഴുതേണ്ടത് ഏതൊക്കെയാണെന്ന്. ജഡ്, പർ, ഫുനിഗി, ചിടിയ, നിരാലി, ആസമാൻ. ഓരോന്നിനും സ്ഥലം, ഓരോ ഇലകൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഇലകളിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് പങ്ക്തിയാൻ ടൂണ്ടേ ലിഖേം എന്നാണ് ചോദ്യം. ഇവിടെ ചിടിയ ഏക് ഡാലി സേ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹേ എന്നാണ്. പക്ഷി ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലയിലേക്ക് പറന്നു പോകുന്നു. അതേ അർത്ഥം വരുന്ന വരികളാണ് നമ്മൾ നമ്മുടെ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതേണ്ടത്. അപ്പം അതിൻ്റെ ആൻസർ എഴുതിയത് നോക്കാം. ഇസ് ഡാലി സേ, ഡാന്നാണ്. ഇസ് ഡാലി സേ ഉസ് ഡാലി, डाली पर उड़ उड़ जाने वाली चिड़िया. इस डाली से उस डाली. ഇവിടെ ഡാലിയാണ് കേട്ടോ. ഡാലി. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ. അത് കവിതയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വരി. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ. കണ്ടോ? ഈ വരികളാണ് നിങ്ങൾ അവിടേക്ക് എഴുതേണ്ടത്. ഈ വരി. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ എന്ന് എഴുതാം. ഇനി അടുത്തത് ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് ഇന്ന ആനെ വാലി ചിടിയ എന്നാണ്. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് ഇന്ന ആനെ വാലി ചിടിയ. അതെവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? അടുത്ത് തന്നെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് 2 വരി ഒഴിച്ചിട്ടിട്ടുണ്ട്. അവിടേക്കാണ് എഴുതേണ്ടത്. ലാക്ക് ബുലാവും ഇതിലാണ് അത് എഴുതേണ്ടത്. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസ് എന്ന ആനെ വാലി ചിടിയ. ഇനി അടുത്ത ഇതിൽ എഴുതാനുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ അടുത്ത ഇതിൽ ഇനി 2 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ആ 2 എണ്ണം നമുക്കിവിടെ നോക്കാം. ഇതാ ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിബ്കർ ഗാനെ വാലി ചിടിയ. ആ ഇലകളിലും ഈ ഇലകളിലൊക്കെ ഒളിച്ചിരുന്ന് പാടുന്ന പക്ഷി. ദാന ഗാക്കർ പർ ഫടുക്കാക്കർ ജഡ് ഉഡ് ജാനെ വാലി ചിടിയ. ധാന്യങ്ങളൊക്കെ കഴിച്ചിട്ട് ചിറക് വിരിച്ച് പറന്നു പോകുന്ന, ജഡ് ഉഡ് ജാന, പെട്ടെന്ന് പറന്നു പോകുന്ന പക്ഷി. അപ്പം ഇത്രയാണ് ഈ 4 എണ്ണം. 1, 2, 3, 4. ഈ 4 എണ്ണമാണ് നമ്മൾ ഈ 4 എണ്ണത്തിൽ എഴുതേണ്ടത്. 1, 2, 3, 4. ഓക്കെ. ആ 4 എണ്ണം ഇവിടേക്ക് എഴുതാം. ഇനി കവിതാസെ ചുനുക്കർ ലിഖേ. കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ വാലി, ഗാനെ വാലി, അങ്ങനെയൊക്കെയല്ലേ വാലി വാലി എന്നുള്ളത്. ഇവിടെ ഉടനെ വാലി ഉണ്ട്. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കവിതയിൽ നിന്നും നോക്കി എഴുതണം. അപ്പോൾ എഴുതിയത് നോക്കാം. ഉടനെ വാലി ഇവിടെ തന്നതാണ്. പിന്നെ ചിപ്പിനെ വാലി, ഗാനെ വാലി, ആനെ വാലി, ജാനെ വാലി, ഗാനെ വാലി. അത്രയും നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതാം. ഈ ഒരു സ്ഥലത്ത് ഏതുവരെ എഴുതണം? ഗാനെ വാലി എന്നുള്ള ഇതുവരെയാണ് നമ്മൾ ആ സ്ഥലത്ത് എഴുതേണ്ടത്. ഇതുവരെ. ഓക്കെ. ഈ ഗാനെ വാലി വരെ എവിടെ എഴുതണം? ഇതിലെഴുതാം.
ഇതിലാണ് നമ്മൾ ഗാനേ വാലി വരെ എഴുതേണ്ടത്. അടുത്ത ചോദ്യത്തിന് മുമ്പ് ഇവിടം വരെ എഴുതി തീർക്കുക. പിന്നെ ഊപ്പർ കെ നമൂനെ കെ അനുസാർ ശബ്ദ ബനായേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലത്തെ രീതി അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ശബ്ദമുണ്ടാക്കുക. ഇവിടെ 4 ശബ്ദം തന്നിട്ടുണ്ട് അല്ലേ? അതുപയോഗിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് മുകളിൽ തന്നതുപോലെ എഴുതാനാണ് പറഞ്ഞത്. ഉടനെ വാലി അതേപോലെ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പി എന്നുണ്ട്. അപ്പം നമ്മൾ എന്താ എഴുതേണ്ടത്? പീനെ വാലി എന്ന് എഴുതണം അല്ലേ? ദേക്ക് ദേക്കിനെ വാലി, ബീഗ് ബീഗിനെ വാലി, കർണേ വാലി. 1 2 3 4 ഉണ്ട്. 4 എഴുതാം. ഇവിടെ കള്ളി ഉണ്ട് അല്ലേ? 1 2 3 4 ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ 1 ഇവിടെ 2 ഇവിടെ 3 ഇവിടെ 4 അങ്ങനെയും എഴുതാം കേട്ടോ. അപ്പം ഈ 4 എഴുതിയത് നമുക്ക് നോക്കാം. 4 എഴുതിയത് നോക്കാം. ഇതാണ് ആ 4. പീനെ വാലി ഒന്നാമത്തത്, ദേക്കിനെ വാലി രണ്ടാമത്തത്, ബീഗിനെ വാലി മൂന്നാമത്തത്, കർണേ വാലി നാലാമത്തത്. കർണേ വാലി നാലാമത്തത്. അതിന് നിങ്ങൾക്കിവിടെ കണ്ടോ ഈ 4 കോളങ്ങളുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. പീനെ വാലി, ദേക്കിനെ വാലി, ബീഗിനെ വാലി, കർണേ വാലി. ഈ 4 കോളങ്ങളിലായിട്ട് നിങ്ങൾ എഴുതുക. ഇനി അടുത്ത ചോദ്യം പങ്ക്തിയാം ജോഡേം എന്നാണ് അടുത്ത ചോദ്യം. നീലേ ആസമാൻ സേ ഉദരി, നീലാകാശത്ത് നിന്ന് ഇറങ്ങി, നീലി ഏക്ക് നിരാലി ചിടിയ, നീല നിറത്തിലുള്ള ഒരു വിചിത്രമായ പക്ഷി, ഗാത്തി ഉടനെ വാലി ചിടിയ, പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി, ഉടുത്തി ഗാനെ വാലി ചിടിയ, പറന്നുകൊണ്ട് പാടുന്ന പക്ഷി. ഗോൻസല ബനാന കണ്ടവിടെ, ഗോൻസല ബനാന ഉണ്ട്. പാനി പീന എന്ന് രണ്ടാമത്തതുണ്ട്. പ്യാർ കർണ മൂന്നാമത്, ബാരിഷ് മേ ബീഗന. അങ്ങനെ 4 വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ 4 വരികളെ നമ്മൾ ഇവിടേക്ക് എഴുതണം. മനസ്സിലായോ? അതിലേക്ക് കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ട് 4 വരികൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതണം. ഇത് കവിത എഴുതാനുള്ള വരിയാണ് കേട്ടോ. ഈ 4 വരിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കവിത എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗോൻസല ബനാനെ വാലി ചിടി. അവിടെ ചോദ്യത്തിലുണ്ടല്ലോ ഗോൻസല ബനാന, അതെടുത്തിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഗോൻസല ബനാനെ വാലി ചിടിയ. പിന്നെ അടുത്തത് എങ്ങനെ വരും? പാനി പീനെ വാലി ചിടിയ, ബാരിഷ് മേ ബീഗനെ വാലി ചിടിയ. നോക്കാം എങ്ങനെയാണ് എഴുതിയതെന്ന്. ഗോൻസല ബനാനെ വാലി ചിടിയ, പാനി പീനെ വാലി ചിടിയ, പ്യാർ കർണേ വാലി ചിടിയ, ബാരിഷ് മേ ബീഗനെ വാലി ചിടിയ. ഇനി അടുത്ത ചോദ്യം പക്ഷിയൊക്കെ ചിത്ര ഇഗട്ടാ കരേ, പക്ഷികളുടെ ചിത്രങ്ങളൊക്കെ ശേഖരിക്കുക. ഉൻകെ നാം ലിഖേം, അവരുടെ പേരെഴുതുക. ആൽബം ബനായേം, ആൽബം ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് പക്ഷികളുടെ ആൽബമാണ്. പക്ഷികളുടെ ആൽബം. അപ്പോൾ നമുക്ക് ആൽബം തയ്യാറാക്കിയത് നോക്കാം. ഇതാണ് ആൽബം. കൗവ, കൗവ പറഞ്ഞ കാക്ക. തോത്ത തത്ത, കബൂത്തർ പ്രാവ്, കബൂത്തർ പ്രാവ്. മൈന എന്ന് പറഞ്ഞാൽ മൈന തന്നെയാണ്. മോർ മയിൽ, ബഗുള കൊറ്റി കൊക്ക്, കോയൽ കുയിൽ, ചീൽ പരുന്ത്, പപ്പീഹ വേഴാമ്പൽ. അപ്പം എത്രയാണ് ആൽബം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.